പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ഓഫ് റോഡ് പോലെ പരിപാടിയാണ് ഇപ്പൊ ഇങ്ങനെ ഇറങ്ങിയത്. അവിടെ കുറെ വേട്ടാളിമാര് കിടക്കുന്നുണ്ടോ നമ്മുടെ റൈഡിങ് പാർട്ട്നേഴ്സ്. ഒമ്പതിക്കാരുടെ വീട്ടിലെ ഇന്നലെ അത് ആ ലെവലിൽ നമ്മൾ ആവട്ടെ, നമുക്ക് കൊടുക്കും. അജുവിന്റെ റൂമാട്ടത് ഇവരാണ്. ഇവന്റെ റൂമാണ് കാണുന്നത്. വ്യത്യസ്തമായ സാധനങ്ങളൊക്കെ ഓഫ് റോഡ് പോലെ പരിപാടിയാണ് കക്കാടംപോയില്. അപ്പൊ അങ്ങോട്ടിറങ്ങാൻ വേണ്ടിട്ടാണ്. രാവിലെ ഏകദേശം 6 മണി. ഇനിയാണ് അത്ഭുതം കണ്ടോ. അയ്യവാ ഇന്നലെ ഇവിടെ കിടന്നുറങ്ങി ഈ ലൈറ്റ് ഒക്കെ. അപ്പൊ ഞാനിങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോവാൻ. നമുക്ക് രസമാകുമ്പോൾ നല്ല അടിപൊളി സ്പോട്ട് ഉണ്ട് കക്കാടംപോയില്. ഞാൻ കുറേ വട്ടം പോയിട്ടുണ്ട്, പക്ഷേ അവന്മാര് പുതിയ സ്പോട്ടൊക്കെ പോയിട്ടുണ്ട്. നല്ല അടിപൊളി ഓഫ് റോഡാണ്. പോയൊക്കെ എന്തായാലും കൊണ്ടുപോയ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാം. ഇങ്ങനെ വണ്ടി ഓടിക്കണം കേട്ടോ. ഞാൻ ഈ പൂട്ടൊക്കെ പാടില്ലേ കാണാൻ പറ്റില്ല. പൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാല് ഗിയർ ഷിഫ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടാ. അപ്പൊ ഇത് അവിടെ എത്തിയിട്ട് ട്രയൽ നോക്കിയായിരുന്നേ. പൂട്ടിയെ കൂടുതലെങ്കിൽ അവൻ വണ്ടി എടുത്തില്ല. ഞാൻ എന്റെ വണ്ടി ഇപ്പൊ ഞങ്ങൾ അങ്ങനെ പോവാതിട്ട്. അഥവാ എന്റെ കൊണ്ട് പൂട്ടിയെ കൂടുതൽ ഗ്യാപ്പ് വന്നതല്ലേ. അപ്പൊ പൂട്ടിയെ കൂടുതലേക്കില് കണ്ടായി പിന്നെ ചെയ്യുന്നില്ലല്ലോ. 2 വണ്ടി ഇവിടെ അടക്കാറായി കഴിഞ്ഞാൽ നല്ല ഒരു വണ്ടി ഉണ്ടെങ്കിൽ മാറി മാറി ഓടിക്കാറോ. സെറ്റാക്കാൻ പിന്നെ പ്രോവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെ അരീക്കോടിലെത്തി. അരീക്കോടിന്ന് കുറെ പിള്ളേരൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ നൈസായിട്ട് അങ്ങനെ വലിയാണ് ടീമുകളൊക്കെ ഉണ്ട്. അശ്മിൽ മോനെ എന്തൊക്കെയുണ്ട്? എന്തായാലും അടിക്കണേ അന്റെ ഇന്റെ അടിക്കണേ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി എടുത്തുന്നു. ചായ കുടി കഴിഞ്ഞ് നമ്മൾ പോകണം. ഇത്രയും പിള്ളേരുണ്ട് കേട്ടാ. പോവാ നമ്മുടെ ടീമാണ് ഈ പോണത്. അതെ, നമ്മള് ഏകദേശം കക്കാടംപോയിലെത്തിട്ടോ. ഏകദേശം അല്ല, കക്കാടംപോയിലെത്തി. ഇവിടെ മെയിൻ ഓഫ് റോഡ് സ്പോട്ട് പൊക്കോട്ട് കണ്ടോ. അത് വേണം. ബാക്കില് പിള്ളേരുണ്ട്, ഫ്രണ്ടില് പിള്ളേരുണ്ട്, വേണം. അപ്പോ എന്തായാലും ഗോപ്രോയിലായിരിക്കും മെയിൻ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ. ഇടയ്ക്കൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്യും. പിള്ളേരൊക്കെ ഒരേ വൈബിലാണ്. നമ്മൾ ഏകദേശം മേലെത്തി തുടങ്ങിയിട്ടാ. ഏകദേശം ടോപ്പിലെത്തി. നല്ല അടിപൊളി വൈബുണ്ടോ, സ്ഥലങ്ങളൊക്കെ കണ്ട. നമ്മൾ ഏകദേശം ഓഫ് റോഡിന്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ഞാനല്ലടാ വരണ്ടോ. നമ്മളിവിടുന്ന് അനങ്ങിയിട്ടില്ല കേട്ടോ. ഇവിടെ അങ്ങനെ നിൽക്കുകയാണ്. പിള്ളേരൊക്കെ കാത്തിരിച്ചോണ്ടിരിക്കട്ടോ. പൊക്കോ പൊക്കോ. ഗ്യാപ്പ് കേട്ടോ, ഡിസ്റ്റൻസ് ഇട്ടോ. ബാക്ക് പോ ഗ്യാപ്പ് ഇട്ടോണ്ടേ. എപ്പോഴും ഗ്യാപ്പ് ഇട്ടോണ്ട്. എല്ലാരും ആയില്ലേ? ഞാൻ നോക്കാം. ഇതിലെടുക്കട്ടോ. എടുക്കുമ്പോ അങ്ങോട്ട് കിടക്കില്ലേ. അങ്ങോട്ടിരുന്നോ. ഇങ്ങോട്ട് അടുപ്പിക്കല്ലേ. എടാ ഇതിലെങ്ങനെ കയറ്റി പോയിക്കോട്ടോ. കുറച്ചുകൂടി ഈസിയാണ്. അല്ലേ അതെ, ഇവിടുന്ന് ഈ കാലും കൂടി ഈസിയാണ്. എങ്ങനെ കയറ്റിയാണ് പൊക്കോ. അയ്യോ തന്നെ നേരെ പൊക്കോ. നേരെ ലെഫ്റ്റ് കീപ്പ് ചെയ്യല്ലേ. കാലുമക്ക് വരാനോ ഒഴിവാക്കാതെ. അതെ, കാല് ശ്രദ്ധിക്കാം. വണ്ടി ഒഴിവാക്കി കാലതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കട്ടോ പെട്ടെന്ന്.
ഇതിലെടുത്തേ അതല്ല ഈ എടുപ്പ് എടുക്കണം ഇങ്ങനെ ഇറക്കിയിട്ടേ ഇതിലാണ് പോവാം. ഇവിടെ കുറച്ച് സീനാ അതാണ് പൊക്കി ഇവിടെ അവനാക്കണ അതിമ കേറി നിൽക്കണേ. അയ്യോ ലാസ്റ്റാ പടവനായിരിക്കും ഫുള്ള് പടവനായിരിക്കും. ഞാൻ ആലോചിക്കണേ ഞാൻ കുറച്ച് അവിടെ കേട്ടോ. ഓ എണ്ണപ്പ തന്നെ തീരുമാനമായോ? ചേരിച്ചു വെച്ചിട്ടോ. അത്രേ ഉള്ളൂ. വീണാ വിടുക, ചാടുക, ഒഴിവാക്കുക. ഓ ഇല്ലതാ മേത്തേക്ക് നമ്മള് ചാടിക്കഴിഞ്ഞാൽ കഴിച്ചിലാവുക. വണ്ടി വേറെ ഞാൻ വേറെ. അവിടുന്ന് ഞാനേ എണീറ്റ് നിന്നാണ്ട് ഫുള്ള് ഓടിച്ച് കയറ്റി. നേരെ താഴത്ത് ഞാൻ ഓടിച്ച് കയറ്റിയപ്പോൾ എനിക്ക് ഒരു കല്ലുണ്ട് ഫ്രണ്ടിൽ. ആ കല്ല് തട്ടിയാണ്ട് പെട്ടെന്ന് ഓടിക്കണ തന്നെ നിന്ന് ഓടിക്കണ തന്നെ കറക്റ്റ് കുറച്ചും കൂടി ഇന്ന് ടഫില്ല ഏരിയല്ല. ഈ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. അപ്പം എന്താ ഈ ഏരിയ ഇപ്പോൾ നൈസായിട്ട് കയറി പോകുന്നത് സീനാണ്. പക്ഷേ നൈസായിട്ട് കയറി പോകുന്നത്. പക്ഷേ താഴത്തെ ഒരു കറക്റ്റ് ഒരു കല്ല് തട്ടി നൈസായിട്ട് പൊന്തി നൈസായിട്ട് ചാടി. ഒന്നും നോക്കിയില്ല. വണ്ടി താങ്ങണ വരുന്നില്ല. വണ്ടീൻ്റെ വഴിക്ക് ഞാൻ എൻ്റെ വഴിക്ക് അതെന്തായാലും കീറാവുമല്ലോ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവിടെ ഇവിടെ കുറച്ച് സ്ക്രാച്ച് ഉണ്ട്. ഡസൻ മാറ്റർ. താഴത്തേക്ക് ഇറക്കി കിട്ടിയാൽ മതി വണ്ടി തിരിച്ച്. ഞാൻ ഓടിക്കാം. അപ്പം അങ്ങനെ പതുക്കെ പോവാ. നമ്മളിങ്ങനെ രണ്ടാളും പാടെ പില്ലിനടിച്ച് പൊക്കോണ്ടില്ല. സാധാരണ ഇവിടുന്ന് എണീറ്റ് നിന്നിട്ടൊരു പോക്കായിരിക്കും. എനിക്ക് ഇരുന്ന് വലിയ ചേലില്ല, നിന്നിട്ടില്ല ചേലുള്ളൂ. പക്ഷെ നമ്മൾ പില്ലി വെച്ച് നിൽക്കാനും പറ്റില്ല. ഇവിടുന്ന് വലിയ കുഴപ്പമില്ലല്ലേ? ഇവിടെ സീനാ ബ്രേക്ക് പിടിക്കലാണ് പണി. കുറച്ച് വെള്ളം കൂടി കേട്ടോ. വെള്ളം പെരിഞ്ചൂട് രക്ഷല്ല. പെട്ടെന്ന് ജീപ്പ് വന്ന സീനാവും ഇങ്ങനെ വണ്ടിട്ടുണ്ട്. നോക്കാം നമുക്ക്. നോക്കിയോട്ടെ. ബോക്സ് ടൈപ്പ് ഉണ്ടല്ലോ 2 മറ്റേ 14 10 വരുന്നത്. ഓ കുട്ടിയോ അല്ല ബൈ വെയിറ്റ് ഇടോക്കെ ഈ പരിപാടിക്കില്ലേ, ഈ എൻഡൂറ പരിപാടിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാ. 2 സ്ട്രോക്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടി. വെയിറ്റ് പാടില്ല. നമുക്കത് നമ്മളെ കയ്യില് സൈക്കിള് പോലെ വേണം. എടുത്തിട്ട് കൊണ്ടുപോകണം. ഇരുന്നിട്ടുള്ള പരിപാടി എടുത്തിട്ട് കൊണ്ടുപോകണം. വീടാണെന്നുണ്ടെങ്കിൽ കാലോണ്ട് തന്നെ എടുത്തിട്ട് വീട് തള്ളി വിടുക അവിടെ. എന്നിട്ട് നമുക്ക് തന്നെ എണീറ്റ് പോവാ എടുത്തിട്ട് അതാണ് പരിപാടി. അല്ല അവന്റെ ഇത് പൊട്ടി.
കാശ്മീർ പോയാ? ഞാൻ 10:10 പോകണ്ടേ? അതൊക്കെ കയറി പോയി മോൾക്ക്. ഓ ഭയങ്കര ടയർഡ്. 3 കൊല്ലത്തിന് ശേഷം. ഓ ഭയങ്കര. അവിടെ റൂമിൽ വെള്ളം കുടിച്ച് ചില്ലായിട്ടിരിക്കുന്ന മനുഷ്യനല്ലേ. വേറെ ഒന്നുണ്ട്, ഈ 3 കൊല്ലം നമ്മൾ ഇരുന്ന് ചിന്തിക്കുമ്പോഴേ ഈ സാധനം ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ മൈൻഡില്. അത് വേറെ സത്യം. സാധനം ബ്ലഡ് കയറി കഴിഞ്ഞ് അവിടെ എങ്ങനെ പോകും ട്രക്കിങ്ങിനൊക്കെ? എന്റെ പാന്റ് മൊത്തത്തിൽ കീറി. വീണോ? വീണല്ല, ഓൻ ട്രോഫി എവിടുന്ന് കീറിയില്ല, ഐഡിയ ഇല്ല. വലിയ അതൊക്കെ നിന്റെ ഭാഗ. അത് വൈഡാക്കുമ്പോ ഓവർ വൈഡാക്കൂലേ താങ്ങാൻ വേണ്ടി. അതാണ് അവിടെ ഞാനേ കീറിനോടത്തൊന്നും താങ്ങാൻ വേണ്ടി വന്ന് വൈഡാക്കി. അതാണ് മിസ്സാകെ പോകുന്നു. വേറെ പാന്റ് ഇല്ല, ഒരു തുണിയിലും എടുത്താൽ മതി. വെള്ളത്തിൽ പോയി കണക്ക്. മറ്റേതില്ലേ ട്രൗസർ, ഇന്നർ വെയർ അല്ലേ? കാർബേറ്റർ അല്ലേ? കിക്കറിൽ കിട്ടൂല. അല്ല, ഒരു വണ്ടി കുടിക്കാതി. റോട്ടില് ഞാനേ ഓയിൽ പോയിട്ട് സ്ലിപ്പായി, ഞാനും അശ്മീരും പാടെ. വണ്ടി തെന്നി പോയിട്ട് ഫുൾ സ്പാർക്കിനെ പോണ കാണാം. എടുത്തു നോക്കിയപ്പോ സൈഡിൽ അവിടെയും ഈ ക്രാഷ് ഗാർഡിന്റെ അവിടെ മാത്രം സ്ക്രാച്ച്, വേറെ എവിടെ ഇല്ല. ഒരു കുഴപ്പമില്ല. കമ്പനി പേര് മാറ്റരുത്. ക്രാഷ് ഗാർഡ് അഡീഷണൽ ആഡ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഈ അലോയ കയറ്റുമ്പോഴേ വേഗം പൊട്ടും. അവന്റെ അലോയി ആണ് അല്ലേ? അതാ പറ്റിയ എന്താ അലോയ? ഇത് കാണാനൊരു പിന്നെ ക്വാളിറ്റി ഉണ്ടാ? അല്ല, ഇത് കാണാനൊരു ചൊറുക്കുണ്ട്. ഇതല്ല ഇത്. അല്ല, ഇതിന്റെ അലോയി പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പൊട്ടൂല. കുറച്ച് മെറ്റൽ ക്വാളിറ്റി ഉണ്ടാവും. മെറ്റൽ ക്വാളിറ്റി ഉണ്ട്. അത് ഉള്ളു പൊള്ളേ. നിർത്തണ്ട പൊക്കോ, നിർത്തണ്ട പൊക്കോ. അവിടെ ഒരാൾ ചെന്നോടുക്കേ. എവിടെ റിസ്ക് വരുന്നത് അവിടെ നിർത്തിയാൽ മതി. റിസ്ക് വരുന്നിടത്ത് നിർത്തിക്കോ. അതെ, അങ്ങനെ പൊക്ക. 10:10. ഇനി ആരല്ലേ? ലിനുണ്ട്. ലിനുണ്ട്. പിന്നെ വേറെ 2 പേരുണ്ട്. ആരില്ലല്ലോ. വിട്ടോ, മേലെ കിട്ടോ. ഞാൻ മാറ്റാ. ഇന്ന് കേട്ടാ ആ വൈബ്. ഇതിന്റെ ബാക്കിൽ നിന്നാലേ പൊടി നിന്നേണ്ടി വരും. വണ്ടിയിൽ പോയിക്കോട്ടെ. ഓക്കെ. വേറല്ലേ കാശ്മീർ വരുന്നുണ്ട്. പിടിച്ചെടുത്ത് പോട്ടെ. നിർത്തേ പോട്ടെ. നിർത്തടാ. അവിടെ നിർത്തേ. ഹോൾഡ് ചെയ്യണം. പക്ഷെ പ്രാവശ്യം കൈയൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പടം പോലെ കയറ്റി വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ട് മെച്ചാണ്. പിള്ളേർ മേലെ കയറി പോണ സൗണ്ട് ഒക്കെ ഉണ്ട്. അതിങ്ങനെ പോട്ടെ. ഞാനിതിൻ്റെ മറ്റേ ബൂട്ടിട്ടാണ് ചോദിച്ചു ട്രയൽസിന്. പിന്നെ ഇതിട്ട് ചേലാവണ്ടേ. നല്ല ചൂടാകുമ്പോൾ ബേണായി കൊണ്ടിരിക്കുക. ഇവിടെ ഗീറൊക്കെ ഒരു ഇടിക്കണം. ഇവിടെ വരെ ഉള്ളതുകൊണ്ട്
എന്നാ കഴിച്ചാലായി മേലക്കാണ് ഇനിയുണ്ട് പോകാൻ അത്യാവശ്യം. அந்த அளவுக்கு இல்ல ப்ரோ. அது பேர் என்ன? அது கொய்னிப்பாரா? அது கொஞ்சம் டாஸ்க். இது கொஞ்சம் ஆர்டர் ஸ்பீட் பண்ணிட்டேன். ചൂടേ സ്വർഗം പേരും ചൂട് പഴുക്കണം ഒരു തേങ്ങയല്ല നമ്മള്. ഞങ്ങളെ കേറി ഇവിടെ എത്തിയുമ്പോ കുറച്ച് സ്ഥലത്ത് ഇനിയും കയറാറുണ്ട്. ഇവിടെ പിള്ളേരൊക്കെ സൈഡാക്കി നല്ല ടയർഡായില്ല, നല്ല ചൂടാ. ഒരാൾക്ക് നോക്കണമെങ്കിൽ മഴ കിട്ടും നല്ലേ. ഞാൻ മഴ വേണ്ടാന്ന് പറഞ്ഞാലും ഒരിടത്തിലും മഴ നല്ലേ. ഒരു രക്ഷയില്ല, നല്ല ഹെവി ചൂടാ. നല്ലോണം ടയർഡായി, ഫുള്ള് ഡ്രൈ ആയി. ഞാൻ ശരിക്കും മരിച്ച്. അപ്പം ഞാൻ ഇത് അവനോട് ഓടിച്ച് കയറ്റാൻ പറഞ്ഞു. അത് അബദ്ധമായി തോന്നി. ഓടിച്ച് കയറ്റി എനിക്ക് പറ്റാതെ നടക്കാൻ പറ്റില്ല. ഓടിച്ച് കയറ്റാൻ ആ ഫ്ലോയിൽ ഇങ്ങനെ കുറച്ചും കൂടി എളുപ്പത്തിലെത്തിയിരുന്നു. വീഴുകയാണെന്നുണ്ടെങ്കിൽ ഈ ബൂട്ടിട്ട് നടക്കാനേ പറ്റുന്നില്ല. ഇനി സാധാ ബൂട്ടിട്ട് വരുവാണല്ലേ ഓഫ് റോഡ് വരുമ്പോൾ. ഇതൊക്കെ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരും. പക്ഷെ നിന്ന് പടയ്ക്കാനുണ്ടല്ലോ എന്ത് പൊളിയാണെന്നറിയോ. കാരണം നമ്മുടെ വെയിറ്റ് ഫുള്ള് ബൂട്ടുമേലായിരിക്കും. അടിപൊളിയാകുമ്പോൾ കേട്ടോ സ്ഥലം. ബൂട്ടൊക്കെ വരിട്ടോ. ഇവിടെ പിള്ളേരൊക്കെ ഇരിക്കണേ എന്താട്ടാ. പിള്ളേരൊക്കെ കത്തിയടിച്ച് കേൾക്കുന്നുണ്ട്. അത്രയും വണ്ടിയാണുണ്ട്. അടിപൊളി സ്പോട്ടാ. എന്തൊക്കെ സുഖല്ലേ? അങ്ങനെ എല്ലാവരും അവിടെ ഇറങ്ങിട്ടോ. ഞാൻ ഗിയറപ്പ് ചെയ്യട്ടെ, എന്നിട്ട് പതുക്കെ നടക്കട്ടെ. വയ്യാണ്ടായി, കുറച്ച് വെള്ളം കുടിച്ചിട്ടേ പതുക്കെ നടക്കാം. അങ്ങോട്ട് ഫുള്ള് സാധനം വരിട്ടുണ്ട്. പതുക്കെ